നമസ്കാരം. ഇന്ത്യൻ സ്പിന്നേഴ്സിനും വിക്ടറിക്കും ഇടയിൽ കെയ്ൻ വില്യംസൺ കയറിയുന്നൊരു മാച്ചിൽ അവസാനം ഇന്ത്യൻ സ്പിന്നേഴ്സ് തന്നെ ജയിച്ചിരിക്കുകയാണ്. നേരത്തെ ടോസ് കിട്ടി ബാറ്റ് ചെയ്ത ഇന്ത്യ ശ്രേയസ് അയ്യറിൻ്റെയും അക്ഷർ പട്ടേലിൻ്റെയും നുള്ളിപ്പറക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബേസ്മെൻറ്റിൻ്റെ പുറത്ത് ഹർദിക് പാണ്ഡ്യ ഓടി അത്യാവശ്യം സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തപ്പോൾ 249 എന്ന് പറഞ്ഞൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്കോറിലേക്ക് എത്തി. അപ്പോൾ എങ്ങനെയാണോ ന്യൂസിലൻഡ് ബോളർമാർ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞ് മുറുക്കിയത്, എങ്ങനെയാണോ അവരുടെ ഫീൽഡേഴ്സ് റണ്ണൊഴുക്ക് നന്നായിട്ട് തടഞ്ഞത്, അതേ നാണയത്തിൽ ഇന്ത്യയുടെ സ്പിന്നർമാരെ ഉപയോഗിച്ച് തിരിച്ചടിച്ചു. രണ്ട് ടീമും കട്ടയ്ക്കായിരുന്നു മാച്ചിൽ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ന്യൂസിലൻഡ് അത്ര കിടിലമായിട്ട് ബോൾ ചെയ്തു, അത്ര കൃത്യതയോടെ ബോൾ ചെയ്തു. പേസ് ബോളേഴ്സ് ആയാലും പിന്നീട് മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് ആയാലും അത്ര കൃത്യതയോടെ ബോൾ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു 214 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് ഒതുക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു 30-40 റൺസ് ഷോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്ത്യ ഇന്ന് മറ്റൊരു പ്ലാനായിട്ടാണ് ഇറങ്ങിയത്, അതായത് 4 സ്പിന്നർമാരെ കളിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം. അപ്പോൾ ഇന്ത്യയുടെ സ്പിന്നേഴ്സ് എക്സെപ്ഷണലായിട്ട് ബോൾ ചെയ്തു. മിസ്റ്ററി സ്പിന്നർ വീണ്ടും ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എപ്പോഴൊക്കെ ഇന്ത്യക്ക് വിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ തന്നു ഇന്നത്തെ ദിവസം. അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ, ജഡേജ കൃത്യതയോടെ ഒരു സൈഡിൽ ബോൾ ചെയ്ത് പോയി. കുൽദീപ് യാദവ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എങ്കിൽ പോലും ക്രൂഷ്യൽ വിക്കറ്റ്സ് കുൽദീപ് യാദവ് എടുത്തു. ഒരു സൈഡിൽ നിന്ന് വരുൺ ചക്രവർത്തി ഇവർക്ക് പിടികൊടുക്കാത്ത രീതിയിലുള്ള ബോളിംഗ് കാഴ്ചവെച്ചപ്പോൾ മറു സൈഡിൽ നിന്ന് ജഡേജയും അക്ഷർ പട്ടേലും ഒരു തുള്ളി പോലും റണ്ണ് വിട്ടുകൊടുക്കാതെ വിക്കറ്റ് ബോൾ ചെയ്തു റണ്ണിന് നല്ല രീതിയിൽ ക്ഷമ ഉണ്ടാക്കി. അതുപോലെ ഇന്ത്യൻ ഫീൽഡേഴ്സും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ടതാണ്. അവസാനം വരെ എങ്ങനെ വരുൺ ചക്രവർത്തി ഓവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള രീതി, അതുപോലെ തന്നെ അക്ഷർ പട്ടേലെയും ജഡേജയും ഒരെൻഡിൽ നിന്ന് കീപ്പ് ചെയ്ത് റണ്ണൊഴുക്ക് തടഞ്ഞുകൊണ്ടിരുന്ന രീതി, മൊത്തത്തിൽ ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സിൽ ന്യൂസിലൻഡിനെ ഔട്ട്പ്ലേ ചെയ്ത് വിജയം പിടിച്ചു വാങ്ങിക്കുകയായിരുന്നു ചെയ്തത്. ഈ മാച്ചിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ, അതായത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച 3 ബാറ്റ്സ്മാൻമാർ ആദ്യം തന്നെ നഷ്ടമായി ഇന്ത്യക്ക്. വിരാട് കോഹ്ലി, ഗില്ല്, രോഹിത് ശർമ്മ. അവിടുന്ന് ഇന്ത്യക്ക് റിക്കവറായി വരാൻ പറ്റിയെന്നുള്ളത് ഇന്ത്യയെ സെമി ഫൈനലിലേക്കോ ഫൈനലിലേക്കോ പോകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ടീമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ശ്രേയസ് അയ്യറിനെയും അക്ഷർ പട്ടേലിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ശ്രേയസ് അയ്യർ എസ്പെഷ്യലി അതിമനോഹരമായിട്ട് വളരെ പേഷ്യൻ്റായിട്ട് കളിച്ചിട്ട് ശ്രേയസ് അയ്യർ ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത്, അതുപോലെ തന്നെ അക്ഷർ പട്ടേലും നല്ല ക്ഷമയോടെ അതിന് നന്നായിട്ട് ആ സാഹചര്യത്തിനനുസരിച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്തു. ആ ഒരു ബേസിൽ നിന്നിട്ടാണ് ഇന്ത്യക്ക് പിന്നീട് ഹർദിക് പാണ്ഡ്യയും കൂടെ കുറച്ച് സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്തപ്പോൾ ഒരു ഡീസൻ്റായിട്ട് സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഇതിൽ ശ്രേയസ് അയ്യറിൻ്റെ ബാറ്റിംഗ് എടുത്തു പറഞ്ഞ പറ്റൂ. നമ്പർ 4 ശ്രേയസ് അയ്യർ ഇന്ത്യക്ക് ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള റൺസ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്, അത് 2021 വേൾഡ് കപ്പിലും അതുപോലെ തന്നെയായിരുന്നു. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എന്തായിരുന്നു പണ്ട് യുവരാജ് സിംഗ് ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് ശ്രേയസ് അയ്യർ ഇപ്പോൾ ചെയ്യുന്നത്. അത് ഇന്ത്യയുടെ ടീമിന് ബാറ്റിങ്ങിന് കൊടുക്കുന്ന ഒരു ബാലൻസ് ഉണ്ടല്ലോ ആ മിഡിൽ ഓർഡറിൽ, ഇറ്റ്സ് എക്സെപ്ഷണൽ. ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ന്യൂസിലൻഡ് കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയത് കോൺവേ കളിപ്പിക്കാത്തതാണ്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ബാറ്റ്സ്മാൻ, സ്പിന്നെ നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനെ ഇന്ത്യക്കെതിരെ കളിപ്പിക്കാതിരുന്നത്, അത് രച്ചിൻ രവീന്ദ്രനെ അതുപോലെ മിച്ചലിനെ ഒരുമിച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതൊരു വലിയ മണ്ടത്തരമായി പോയി. അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര ഇവർക്ക് ആദ്യം തന്നെ നഷ്ടമായി ഹർദിക് പാണ്ഡ്യയുടെ ബോളിൽ. അതിനുശേഷം വന്നത് വില്യംസിനോട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വില്യം ഔട്ടായതിനു ശേഷം ഈ മിച്ചൽ വന്നത് വേറൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു സമയത്ത് ടോം ലാഥൻ വന്നിരുന്നുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഇവർക്ക് കിട്ടിയതിനെ, കുറച്ചും കൂടെ സിംഗിൾസും ഡബിൾസും വന്നതിനെ ഇന്ത്യൻ ബോളേഴ്സിനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നതിനെ. കാരണം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റ് റൈറ്റിനനുസരിച്ച് ഫീൽഡ് ചേഞ്ച് ചെയ്യേണ്ടി വന്നതിനെ കുറച്ചൊരു ബുദ്ധിമുട്ട് ബോളേഴ്സിനും അനുഭവിക്കേണ്ടി വന്നതിനെ. ആ ഒരു ട്രിക്കും ന്യൂസിലൻഡ് മിസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഇതിനിടയ്ക്കൂടെ വില്യംസൺ അതിമനോഹരമായിട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്ത് അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ റെഗുലർ ഇൻ്റർവെൽസിന് ഇന്ത്യ വിക്കറ്റ് ഇട്ടുകൊണ്ടേയിരുന്നു. മിച്ചലിൻ്റെ വിക്കറ്റ് കുൽദീപ് യാദവ് ഇട്ടു, അതുപോലെ തന്നെ ടോം ലാഥൻ്റെ വിക്കറ്റ് രവീന്ദ്ര ജഡേജ ഇട്ടു. അതിനുശേഷം പിന്നീട് എപ്പോഴൊക്കെ ന്യൂസിലൻഡ് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ വരുൺ ചക്രവർത്തി ഈ ബ്രേക്ക് ത്രൂ കൊടുത്തുകൊണ്ടേയിരുന്നു. ഗ്ലെൻ ഫിലിപ്പ്, ബ്രേസ്വെല്ല്, മാറ്റ് ഹെൻറി, സാറ്റ്നർ, ഇങ്ങനെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റാണ് വരുൺ ചക്രവർത്തി എടുത്തത്. അതായത് മിഡിൽ ഓർഡറിൽ നിന്ന് താഴെ ന്യൂസിലൻഡിന് ഒരു റിക്കവർ ചെയ്ത് വരാനോ ആ ഒരു ടോട്ടലിനടുത്തേക്ക് എത്താനോ സമ്മതിക്കാതിരുന്നത് വരുൺ ചക്രവർത്തിയാണ്. മൊത്തത്തിൽ രണ്ട് സൈഡും ശക്തമായിട്ടുള്ളൊരു മാച്ചിൽ ന്യൂസിലൻഡ് സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോൾ ചില സ്ട്രാറ്റജിക്കലായിട്ടുള്ള എറർ കൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോളേഴ്സിൻ്റെ കൃത്യതയാർന്ന അത്രയും വരിഞ്ഞു മുറുക്കി ബോൾ ചെയ്ത ഇന്ത്യൻ ബോളേഴ്സിൻ്റെ കൃത്യതയ്ക്ക് മുന്നിലും ഒരു ന്യൂസിലൻഡ് ഒന്ന് പതറിയെന്നുള്ളതേ ഉള്ളൂ. ഇനി ഫൈനലിൽ അഥവാ ന്യൂസിലൻഡിനെ ഫേസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാവണമെന്നില്ല. ന്യൂസിലൻഡ് ബൗൺസ് ബാക്ക്. അത്ര നല്ലൊരു ടീം തന്നെയാണ് ന്യൂസിലൻഡ്. അവരുടെ ബോളേഴ്സിൻ്റെ കൃത്യതയും അതുപോലെ തന്നെ ഫീൽഡിങ്, ഇന്നത്തെ ഫീൽഡിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല. വില്യംസൺ 2 അതിമനോഹരമായിട്ടുള്ള ക്യാച്ച് എടുത്തു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഔട്ടാക്കാൻ വേണ്ടി ഫിലിപ്പ് എടുത്ത ക്യാച്ച്. മൊത്തത്തിൽ ഫീൽഡിങ്ങിലും അവർ എക്സെപ്ഷണലായിരുന്നു. മൊത്തത്തിൽ
എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇന്ത്യ അവരെ ഔട്ട് പ്ലേ ചെയ്തു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്പിന്നേഴ്സ് ആ ഒരു 4 സ്പിന്നേഴ്സിനെ കളിപ്പിക്കുന്ന സ്ട്രാറ്റജിയുടെ മുന്നിൽ അവർക്ക് മറുപടി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് ഓൺ എ ഗിവൺ ഡേ. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഫൈനലിൽ മുന്നോട്ട് പോകുമ്പോൾ അവരെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായൊരു സിനാരിയോ ഉണ്ടായേക്കാം, അവർക്ക് പ്ലാൻസ് ഉണ്ടായേക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം ഇന്ത്യ ഔട്ട് പ്ലേഡ് ന്യൂസിലൻഡ്. അപ്പോൾ ഇന്ത്യയുടെ സെമി ഫൈനൽ ഓസ്ട്രേലിയ ആയിട്ടാണെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കിയ സ്ഥിതിക്ക്, അതായത് 4 സ്പിന്നേഴ്സിനെ കളിപ്പിക്കുക എന്നുള്ള കാർഡ് ഇറക്കിയ സ്ഥിതിക്ക് ഓസ്ട്രേലിയ ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാനായിട്ട് നല്ല കൗതുകമുണ്ട്. അവരെങ്ങനെയായിരിക്കും ഇതിനെ കൗണ്ടർ ചെയ്യുന്നതെന്ന്, അവരുടെ പ്ലാൻസ് എന്താണ് എന്നറിയാനായിട്ട് നല്ല കൗതുകമുണ്ട്. പ്രത്യേകിച്ചും സ്മിത്ത് ക്യാപ്റ്റനായിട്ടുള്ള ഒരു ഓസ്ട്രേലിയ എന്തായാലും ഇതിനെതിരെ ഒരു പ്ലാൻ അവർ ബിൽഡ് ചെയ്യും. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, ജഡേജയൊക്കെ ഒരുപക്ഷെ അവർക്ക് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പ്ലാൻസ് മെനയാൻ പറ്റിയേക്കും. പക്ഷേ വരുൺ ചക്രവർത്തി അവർ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും അവർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നതെന്ന്. ഒരുപക്ഷെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കാം. ഒരുപക്ഷെ ട്രാവിസ് ഹെഡോ അല്ലെങ്കിൽ മാക്സ്വെല്ലോ അല്ലെങ്കിൽ ജോഷ് ഇഗ്ലീസോ പോലുള്ള ബാറ്റ്സ്മാൻമാർ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ഇന്ത്യയുടെ സ്പിന്നേഴ്സിനെ പ്രതിരോധത്തിലാക്കിയാൽ ഒരു ഫാസ്റ്റ് ബോളർ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഇന്ത്യ പ്രതിരോധത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കടുത്ത അറ്റാക്ക് ഇന്ത്യൻ സ്പിന്നേഴ്സിന് മുകളിൽ വീണ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപക്ഷെ ഇന്ത്യക്ക് പേസ് ബോളേഴ്സിൻ്റെ അഭാവം ഒരു പ്രശ്നമായിട്ട് തിരിച്ചു വരാൻ പറ്റാതാവോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിനാരിയോ വന്നാൽ മാത്രമേ ഈ ഒരു ഇന്ത്യൻ ടീമിനെ ഓസ്ട്രേലിയക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ വിട്ടിട്ട് 40 ഓവർ എറിയാനുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള 4 സ്പിന്നേഴ്സാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. അപ്പോൾ അവരെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് ഓസ്ട്രേലിയക്ക് ഒരിക്കലും അടുത്ത മാച്ച് കളി ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 1-2 സ്പിന്നേഴ്സിനെ അവർ കൗണ്ടർ ചെയ്യും, അവർ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയക്ക് ഇന്ത്യക്ക് മേളിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇതേ ടീമാണ് ഇന്ത്യ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സെമിയിലും ഫൈനലിലും നമുക്ക് കിട്ടുന്ന പിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഒരു പിച്ചാണോ സെമിയിലും ഫൈനലിൽ കിട്ടാൻ പോകുന്നത്, സ്പിന്നേഴ്സിന് ഇത്ര സപ്പോർട്ട് കിട്ടുമോ, ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൊരു പിച്ചാണോ അല്ലെങ്കിൽ വേറൊരു സ്വഭാവമുള്ളൊരു പിച്ചാണോ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് വ്യത്യാസമൊന്നും ഈ പിച്ചിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഇന്ത്യ 4 സ്പിന്നേഴ്സിനെ കളിപ്പിക്കുമോ അതോ ഒരു പേസ് ബോളറിനെയും കൂടെ അടുത്ത കളിയിൽ ആഡ് ചെയ്യുമോ, ഇനി ഓസ്ട്രേലിയക്ക് എന്തായിരിക്കും ഇവരുടെ കൗണ്ടർ ചെയ്യാനുള്ള പ്ലാൻ, ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ, ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനലിൻ്റെ പ്രിവ്യൂ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.